ഗൈസ് കത്തിയും തേങ്ങയൊന്നും കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, ഞാൻ യുദ്ധത്തിനൊന്നും പോകല്ല കേട്ടോ. അമ്മ അട ഉണ്ടാക്കാൻ പോയപ്പോൾ തേങ്ങ പൊട്ടിക്കാൻ പോയായിരുന്നു. അപ്പോഴത്തേനും എനിക്കിപ്പോൾ കുറച്ച് തേങ്ങ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആ തേങ്ങയും കത്തിയായിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഞാൻ ഇവിടെ വെച്ചിട്ടൊരു വീഡിയോ എടുത്തോണ്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ തേങ്ങ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനാൽ എനിക്ക് തേങ്ങയല്ല ഇപ്പോൾ എനിക്ക് ആവശ്യം, തേങ്ങാ വെള്ളമാണ് കേട്ടോ. നമുക്ക് തേങ്ങാ വെള്ളം എന്തിനാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം തേങ്ങാ വെള്ളം മുഖം കഴുകാൻ നല്ലതാണ്. കഴുത്തും കയ്യും കാലും ഒക്കെ കഴുകാനായിട്ട് തേങ്ങാ വെള്ളം നല്ലതാണ്. അപ്പോൾ എന്തിനാ ഈ തേങ്ങാ വെള്ളം കൊണ്ട് കാലും കൈയൊക്കെ മുഖം കഴുകണം? പൈപ്പിലെ വെള്ളത്തിൽ കഴിയാൽ പോലെ എന്നൊക്കെ കുറച്ച് പേര് വിചാരിക്കുന്നുണ്ടാവില്ല. അങ്ങനല്ല ഗൈസ്, നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നെന്ന് വിചാരിക്കാം കേട്ടോ. പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര സൺടാനൊക്കെ അടിച്ചിട്ട് നമ്മുടെ മുഖവും കഴുത്തും ചിലപ്പോൾ കൈയും കാലും ഒക്കെ ഒന്ന് വരണ്ടോ അല്ലെങ്കിൽ ഒരു കളറൊക്കെ കുറഞ്ഞ ആകെപ്പാടെ ഒരു വൃത്തികേടായിട്ടിരിക്കാറുണ്ടല്ലോ. ഭയങ്കര സൺടാനൊക്കെ അടിച്ചിട്ടും പൊടിയും അഴുക്കും ഒക്കെ അടിച്ചിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു നമ്മുടെ നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അഴുക്കും എണ്ണമയവും ഒക്കെ പോയി സൺടാനൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാ വെള്ളം വെച്ചിട്ട് മുഖം കഴുകുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എപ്പോഴെങ്കിലൊക്കെ തേങ്ങാ വെള്ളം തേങ്ങ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാ വെള്ളം അപ്പം തന്നെ മേടിച്ചൊരു ഗ്ലാസ്സിലോ ബോട്ടിലോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് കേട്ടോ. നിങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മുഖം കഴുകാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു തേങ്ങ ഞാൻ പൊട്ടിച്ചുകൊണ്ട് വരാം കേട്ടോ. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ പൊട്ടിച്ചാലും ഈ ചിലപ്പോൾ ഒന്നെങ്കിലും പൊട്ടിപ്പോകും അല്ലെങ്കിൽ വെള്ളം താഴെ പോകും, ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അകത്ത് പോയിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തോണ്ട് വരാട്ടെ ഗൈസ്. ഞാൻ പൊട്ടിച്ച തേങ്ങ ഒത്തിരി വലിയ തേങ്ങ ആയതുകൊണ്ട് കണ്ടോ ഇത്രയും വെള്ളം എനിക്ക് കിട്ടി ഗൈസ്, കുറേ അധികം വെള്ളം കിട്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ഇതേപോലെ പാത്രത്തിലെടുത്തിട്ട് നമുക്ക് നമ്മുടെ മുഖം കഴുകാം കേട്ടോ. ഇപ്പോൾ നല്ല ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് അറിയാമല്ലോ ആ ഒരു എണ്ണമഴുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മുഖത്ത് ഭയങ്കര എണ്ണമഴുക്കായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു എണ്ണമഴുക്ക് ആ ഒരു എണ്ണ ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഡെയിലി ഈ ഒരു തേങ്ങാ വെള്ളം കൊണ്ടിട്ട് മുഖം കഴുകുന്നത് നല്ലതാണ്. ഇനി കുറച്ചും കൂടി ഒരു റിസൾട്ട് കിട്ടണമെന്നാണെങ്കിൽ ഈ ഒരു തേങ്ങാ വെള്ളത്തിനകത്തോട്ട് ഒരു 3-4 ഡ്രോപ്സ് നമ്മുടെ റോസ് വാട്ടർ കൂടെ ചേർക്കാം കേട്ടോ. കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്ത് ഒരു ടോണറാക്കി നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങാ വെള്ളം കൊണ്ട് നമ്മൾ മുഖമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചത്ത സ്കിന്നൊക്കെ ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ചത്ത സ്കിന്നുണ്ടാവില്ല, ആ ഒരു ചത്ത ഡെഡ് സ്കിന്നൊക്കെ മാറി പുതിയ നല്ല അടിപൊളി ജീവനുള്ള സ്കിന്നാക്കി എടുക്കാനായിട്ട് തേങ്ങാ വെള്ളം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ നല്ല നല്ല വെള്ളത്തിലൊക്കെ മുഖം കഴുകിയ ശേഷം ഈ തേങ്ങാ വെള്ളം വെച്ചിട്ട് മുഖം നന്നായിട്ടൊന്ന് കഴുകാം കേട്ടോ. ആരുടെ കണ്ണി പോലെ ഒരു ബക്കറ്റ് തേങ്ങാവെള്ളം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ ഗൈസ്, നമുക്ക് മൊത്തത്തിൽ കുളിക്കായിരുന്നു തേങ്ങാവെള്ളത്തിൽ. പക്ഷേ അതും പറ്റത്തില്ല ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാവെള്ളം ഒരു ബക്കറ്റിലെടുത്ത് കുളിച്ച് കഴിഞ്ഞാൽ തന്നെ എങ്ങാനും കിട്ടി കുളിച്ചാൽ തന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ ഉറുമ്പരിച്ച് മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കേണ്ടി വരും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് അത്രയും വലിയ റിസ്ക് നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ നമ്മുടെ നെക്കിലും മുഖത്തും ഒക്കെ ഇതേപോലെ തേങ്ങാവെള്ളം വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ ഡെഡ് സ്കിന്ന് പോകാനും നമ്മുടെ എണ്ണമെഴുക്കൊക്കെ മുഖത്തുനിന്ന് പോകാനായിട്ടൊക്കെ മുഖം ഫ്രഷാക്കി വെക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ തേങ്ങാവെള്ളമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ കുടിച്ച് തീർക്കാതെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതേപോലെ യൂസ് ചെയ്തോളൂ കേട്ടോ ഗൈസ്. നിങ്ങളുടെ മുഖത്തിന് നല്ലതാണ്. നമ്മുടെ മുഖത്ത് ആ ഒരു മുഖക്കുരുവിൻ്റെ ചെറിയ ചെറിയ പാടുകളും കുത്തുപാടുകളൊക്കെ പോകാനായിട്ടും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആഴ്ചയിൽ ഒരു 2-3 വട്ടമാണെങ്കിലും ജസ്റ്റ് തേങ്ങാവെള്ളം വെച്ചിട്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യണം കേട്ടോ.